ചാടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പന്തിരങ്കാവിലെ രാഹുല് ഭാര്യയെ മർദ്ദിച്ചതിനെ, സ്ത്രീധനത്തെ ചൊല്ലി ഭാര്യയെ മർദ്ദിച്ചു എന്നതിനെ പറ്റിയുള്ള ഒരു കേസും കാര്യങ്ങളെല്ലാം ഭാര്യ വീട്ടുകാർ കൊടുത്തായിരുന്നു. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളാണ് ഇപ്പൊ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാഹുലിന്റെ വീട്ടുകാര് ഭാര്യ മുൻ കാമുകന്മാരായിട്ടുള്ള ബന്ധം കല്യാണത്തിന് ശേഷം ഫോണിലൂടെ ഉണ്ടായിരുന്നു, അതേ തുടർന്നാണ് രാഹുൽ മർദ്ദിച്ചത് എന്ന് ആണ് പറയുന്നത്. രാഹുൽ മർദ്ദിച്ചത് സമ്മതിച്ചിട്ടുണ്ട്, അതിന് മാപ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫോൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം അറിയാം, അത് പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ രാഹുലിന്റെ വീട്ടുകാർ ഒരുപാട് പറഞ്ഞായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി, ഈ രാഹുലിന്റെ ഭാര്യ മർദ്ദനമേറ്റ ആ പെൺകുട്ടി കുറച്ച് വെളിപ്പെടുത്തലുകളുമായി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അത് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. തുടർന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ രീതിയിലുള്ള മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നു. എന്തെങ്കിലും രീതിയിലുള്ള അടിസ്ഥാനം ഈ ആരോപണത്തിന് ഉണ്ടോ? ഈ പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമാണ്. എനിക്ക് പറയാനുള്ളത് എന്റെ ഫോൺ കോടതിക്ക് ചെക്ക് ചെയ്യാം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ അത് ഫോൺ കോൾ ചെക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഇപ്പം ഉന്നയിക്കുന്നത് എനിക്ക് വിവാഹശേഷവും പഴയ ബന്ധങ്ങൾ തുടർന്നു എന്നാണല്ലോ പറയുന്നത്. എന്റെ ഫോൺ ചെക്ക് ചെയ്യട്ടെ, കോടതിക്ക് എന്റെ ഫോൺ ചെക്ക് ചെയ്യാം. ഈ രാഹുൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അടിസ്ഥാനരഹിതമാണ്. അതുപോലെ തന്നെ ഈ ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല, അതായത് നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങൾ മാത്രമാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത്, സ്ത്രീധനം ചോദിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. അതും അടിസ്ഥാനരഹിതം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനരഹിതമാണ്. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത്. ഇപ്പോൾ ഈ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ്. രാഹുൽ രാജ്യം വിട്ടു എന്നും പറയുന്നു. രാഹുൽ രാജ്യം വിട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാനില്ല. അങ്ങനെ കരുതുന്നുണ്ടോ? അതിപ്പോൾ സ്വാഭാവികമായിട്ടും മോള് പറയേണ്ട കാര്യമല്ല, എങ്കിൽ പോലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഫോൺ ചെക്ക് ചെയ്യട്ടെ കോടതി, അതാണ് എനിക്ക്. ഫോൺ ചെക്ക് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഇതിനോടുള്ള പ്രതികരണം. രാഹുൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഉറപ്പിച്ച് പറയുകയാണല്ലേ? ഉറപ്പിച്ച് പറയുകയാണ്, അതെ. രാഹുലും രാഹുലിന്റെ വീട്ടുകാരും ആരോപിച്ചത് താൻ മർദ്ദിച്ചത് ഫോണിലൂടെ മുന്നുണ്ടായിരുന്ന കാമുകന്മാരുമായി കല്യാണത്തിന് ശേഷവും ഫോൺ കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ഭാര്യയും ഭർത്താവും കെടുക്കുമ്പോൾ ഈ കാമുകന്മാര് വിളിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ തന്റെ ഫോൺ ചെക്ക് ചെയ്യട്ടെ, ഈ ആരോപണങ്ങളെല്ലാം ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ കോടതിക്കോ ആർക്കോ തന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാം. അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് തന്നെയാണ് തന്നെ പീഡിപ്പിച്ചതെന്നും ഈ രാഹുലിന്റെ മർദ്ദനമേറ്റ രാഹുലിന്റെ ഭാര്യ പറയുന്നുണ്ട്. രാഹുലിന്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഇതിൽ പങ്കില്ലെന്ന് രാഹുൽ പറയുമ്പോഴും, അല്ലെങ്കിൽ രാഹുലിന്റെ വീട്ടുകാർ പറയുമ്പോഴും അവർക്കും ഇതിൽ പങ്കുണ്ടെന്നും അവരും ഈ സ്ത്രീധനത്തെ ഇതിലും കൂടുതൽ സ്ത്രീധനം കിട്ടിയേനെ, കാറ് കിട്ടിയേനെ എന്നൊക്കെ മകനെ പറഞ്ഞു കൊടുത്ത് തിരിച്ച് അവരും ഇത്തരത്തിലുള്ള പീഡനം, മാനസികമായ പീഡനങ്ങൾ നൽകിയിരുന്നുവെന്നും അത് രാഹുലിനെ പറഞ്ഞ് തിരിച്ചത് പ്രകാരമാണ് രാഹുൽ ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് എത്തിയതെന്നും ഈ രാഹുലിന്റെ ഭാര്യയുടെ വീട്ടുകാർ പറയുന്നുണ്ട്. രാഹുൽ രാജ്യം വിട്ടതിനെ പറ്റി ഇവർക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഭാര്യ വീട്ടുകാരുടെ ഭീഷണി ഭയന്നാണ് രാഹുൽ രാജ്യം വിട്ടത് എന്ന് രാഹുൽ ചില മാധ്യമങ്ങൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ രാഹുലിന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് കൂടി കേൾക്കുന്നത് പച്ചക്കള്ളം എന്ന് വെച്ചാല് അവൻ വീഴും, അവൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ നമ്മള് ഈ മാട്രിമോണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കാര്യങ്ങൾ നമ്മൾക്ക് വരില്ലേ? അപ്പൊ ചിലവർക്ക് ഇഷ്ടമായിരിക്കും. ഈ വിവാഹം നടത്തിയതിന്റെ ചെലവൊക്കെ രാഹുൽ വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചക്കള്ളം എന്ന് വെച്ചാൽ പച്ചക്കള്ളമാണ്. അത് വേറെ, അത് പോലീസ് ശരിക്കും അന്വേഷിക്കണം. അവനാണോ, ഞാൻ അതിന് മറുപടി പറയണില്ല എന്ന് വെച്ചാൽ നമുക്കത് മറുപടി പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ ASP ഒക്കെ ഇടപെട്ട്, മുഖ്യമന്ത്രി ഇടപെട്ട് നടക്കുന്ന ഒരിത് അവർ അന്വേഷിച്ചാൽ കണ്ടെത്താം ഇതാരാണ് ഈ ചെലവ് വഹിച്ചിരുന്നതെന്നും അവിടെ എങ്ങനെയാണ് ഇത് നടന്നിരുന്നതെന്നും പോലീസിന് അറിയാൻ പറ്റും.
രാഹുൽ പറയുന്നത് ഗാർഹിക പീഡനം ഉണ്ടായിട്ടില്ല. ഇവര് തമ്മിലുള്ള മോളുമായി രാഹുലിനുണ്ടായിരുന്ന വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത്. മർദ്ദനത്തിൽ ക്ഷമ പറയുന്നുമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ വെറുതെയാണെന്ന് രാഹുൽ പറയുകയാണ് ഇപ്പോൾ. അതും നുണ എന്ന് വെച്ചാൽ നുണ എന്ന് വെച്ചാൽ അവൻ ശരിക്കും അന്ന് മയക്കുമരുന്നോ എന്തോ കഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവന്റെ അമ്മയും പെങ്ങളും ചെന്നപ്പോ തുടങ്ങി അവര് പറയുന്നുണ്ട് ശ്രീധരൻ പോരാ, കാറ് കിട്ടും. ഇതിനു മുമ്പും തമാശ രൂപേണയാലും ഇവൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു 35 ലക്ഷത്തിന്റെ കാറ് വേണമെന്ന് എന്റെ മകളോട്. ആ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ രാഹുലേട്ടൻ 35 ലക്ഷത്തിന്റെ കാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് തമാശക്ക് പറഞ്ഞു എന്റെ അച്ഛൻ ലോറി തരുമെന്ന്. അപ്പൊ അത് പറഞ്ഞു അവര് നമ്മൾ വിവാഹം ചോദിക്കാൻ ചെന്നപ്പോൾ അവര് സ്വീകരണമൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കൊടുക്കുന്നത് സ്വീകരിക്കും. പക്ഷെ കൊടുത്തപ്പോ അതവർക്ക് പോരാ. അപ്പൊ അതിൽ കൂടി അമ്മയും പെങ്ങളും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേസ് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിരോധിക്കാനുള്ള, ഇതിൽ നിന്ന് അവൻ എങ്ങനെയും രക്ഷപ്പെടണം, അതിനുള്ള എല്ലാ വഴികളും അവൻ നോക്കും. ഇത്തരത്തിൽ ടെലിഫോൺ പരിശോധിക്കട്ടെ എന്നിപ്പോൾ മോൾ വളരെ ധൈര്യത്തോടെ പറഞ്ഞു. അത് തന്നെയാണോ അമ്മയ്ക്കും പറയാനുള്ളത്? തീർച്ചയായിട്ടും എന്ന് വെച്ചാല് നമ്മൾ മാട്രിമോണി വഴി വരുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിക്കും. അത് അവളെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത് പറയും, അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് അവൾ അതുപോലെ തന്നെ പറയും. പക്ഷെ നമ്മളിപ്പോ ഈ മാട്രിമോണി വഴി വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് പേര് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനെ വിളിച്ചു പോലും 1-2 പേര് ഞങ്ങൾക്ക് അവളെ ഇഷ്ടമാണ്, ഞങ്ങളെ കല്യാണം കഴിച്ച് തരണം. പക്ഷെ നമ്മളപ്പോ അച്ഛൻ ഈ സമയത്ത് നല്ല അനുയോജ്യമെന്ന് തോന്നിയിട്ടാണ് ഈ വിവാഹ ബന്ധത്തിലേക്ക് പോയത്. നികേഷ്, ഈ ഘട്ടത്തിൽ അച്ഛൻ കൂടി പ്രതികരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ രാഹുലിന്റെ ആരോപണങ്ങൾ കേട്ടല്ലോ, എന്താണ് അച്ഛൻ അതിനോടുള്ള പ്രതികരണം? രാഹുൽ പറയുന്നത് അതിൽ ഒരു ശരിയുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റ് ചെയ്ത് എന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവളുടെ മൊബൈൽ പരിശോധിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇപ്പോ ഈ രാഹുല് പെണ്ണ് കണ്ടുപോയതിനു ശേഷം ഒരുപാട് കല്യാണ കാര്യങ്ങൾ വന്നു, എന്നോട് ആലോചിച്ചു. അപ്പൊ പക്ഷെ ചിലത് നാളെ ചേരില്ല, അത് അവർക്ക് താല്പര്യമുണ്ട്. ഒന്നുകൂടെ ചോദിക്കട്ടെ, രാഹുലാണ് വിവാഹ ചെലവ് എടുത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. അതൊക്കെ കളവ് തന്നെയാണ്. വിവാഹ ചെലവിന് 2.5 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതായത് ഇവന്റ് മാനേജ്മെന്റാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അപ്പൊ രാഹുലിന്റെ സാന്നിധ്യത്തിൽ എന്റെ ഭാര്യയാണ് അവരുടെ കയ്യിലേക്ക് കൊടുത്തത് 2.5 ലക്ഷം രൂപ ക്യാഷായിട്ട്. 2.5 ലക്ഷം രൂപയാണോ അന്ന് ചെലവായത്? അല്ല, അന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ചെലവാകുന്നതിന്റെ പപ്പാതി എന്നാണ്. അപ്പൊ ഒരു 5 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്, 5-5 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അച്ഛൻ എനിക്ക് 2.5 ലക്ഷം രൂപ തന്നാൽ മതി. അപ്പൊ ഈ ഘട്ടത്തിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ ഈ വെട്ടിലായി എന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവൻ വെട്ടിലായിരിക്കുകയാണല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാർഹിക പീഡനം, ഇത് നിസ്സാര പീഡനമാണോ? ഇത് വധിക്കാൻ വേണ്ടിയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. അത് അവൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല അവൻ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് കൂടി കണ്ടെത്തിയില്ല ഇപ്പോ. കാരണം മറ്റൊരു വിവാഹം അവൻ കഴിച്ചിരിക്കുന്നു. അതിൽ നിന്ന് മുക്തനായിട്ടില്ല. അവനൊരു ഭാര്യയുണ്ടെന്നർത്ഥം. അപ്പൊ അങ്ങനെ നിലനിൽക്കുകയാണ് എന്റെ മകളെ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ മകളെ വഞ്ചിച്ചിരിക്കുകയല്ലേ. ഇങ്ങനെ എത്ര പേരെ അവർ വഞ്ചിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരം ഒരു കേസ് ഈ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ പെൺകുട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ പെൺകുട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണെന്ന് കരുതുന്നു. മൊബൈൽ പരിശോധിക്കാൻ ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞിട്ടുമുണ്ട്. അതിൽ തന്നെ അച്ഛനും ഉറച്ചു നിൽക്കുകയല്ലേ? അവള് മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയാണ്. മാനസികം മാത്രമല്ല, ശാരീരികമായിട്ടും അവളുടെ തലക്ക് കൂടെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീണ്ടും പോകാനിരിക്കുകയാണ്. അപ്പോൾ തികച്ചും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു മാർഗം അവൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് രാത്രി ഈ ഇടിച്ച് കൊണ്ട് അവളുടെ ഫോണിൽ നിന്ന് സന്ദീപ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ അവൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കണം. എന്താന്ന് വെച്ചാല് കോള് പരിശോധിക്കുന്ന സന്ദീപ് എന്ന് പറയുന്നത് ആരാണ്? ആര് വിളിപ്പിച്ചു? രാഹുൽ വിളിപ്പിച്ചു. സന്ദീപ് ഞങ്ങൾക്ക് മാട്രിമോണി വഴി വന്ന കാര്യമാണ്. അപ്പൊ ആ പയ്യൻ ഇങ്ങനെ മെസ്സേജ് അയച്ചല്ല, കൺഗ്രാജുലേഷൻസ്. അപ്പൊ അവന് വിഷമമുണ്ടെന്നും പറഞ്ഞാട്ടാണ് അവൻ മെസ്സേജ് അയച്ചത്. എന്ന് വെച്ചാൽ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടണവർക്കൊക്കെ കല്യാണം കഴിച്ചോളൂ. അവളിത് നോ പറഞ്ഞു വിട്ടേക്കണ കാര്യമാണ്, ഞങ്ങളും നോ പറഞ്ഞു വിട്ടേക്കണ കാര്യമാണ്. അപ്പൊ അന്ന് രാത്രി ഈ ഇടിച്ചുകൊണ്ടാണ് അവൻ ഇവളുടെ ഫോണിൽ നിന്ന്
സന്ദീപിനെ വിളിപ്പിച്ചേക്കുന്നത്. അതൊരു തെളിവാണ്. അപ്പൊ അവന് വേണമെങ്കിൽ അല്ല, സന്ദീപിനെ വിളിപ്പിച്ചത് എന്തിനാണ്? അത് അമ്മ ചോദിച്ചില്ലേ മോളുടെ അടുത്ത്? അവളെ കൊണ്ട് വല്ലതും വർത്താനം പറയിപ്പിക്കുമ്പോ ആ രാത്രി അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു കല്യാണം കഴിച്ച പെൺകുട്ടി വിളിക്കുമ്പോൾ അതിന് വേറൊരർത്ഥം കൊടുത്തൂടെ? തെളിവുണ്ടാക്കാൻ വേറൊരർത്ഥം കൊടുത്തൂടെ? ഈ 2 മണി 3 മണിക്ക് ഇടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടീനെ അവളുടെ ഫോണിൽ നിന്ന്, അന്ന് അവന്റെ ഫോണിൽ നിന്ന് വിളിപ്പിക്കാറുന്നില്ലേ? ഇല്ല, അതിന് വിളിപ്പിച്ചപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയല്ല ചെയ്തത്. ഇവര് ശരിക്കും പറഞ്ഞ ഒരു വെൽ പ്ലാനിങ് ആണ്. അതൊരു സത്യമാണെന്ന് വെച്ചാൽ അന്ന് അവന്റെ അമ്മ മുറി കയറിയിരുത്തി ഇവനോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ബന്ധം ഈ രീതിയിലോട്ട് പോയത്. അപ്പൊ ഇവൻ പച്ചക്കള്ളം എന്ന് വെച്ചാൽ പച്ചക്കള്ളം പറഞ്ഞ് ഇനിയിപ്പോ അവന് രക്ഷപ്പെടണം. അവന്റെ മാഫിയ പറയുന്നത് മർദ്ദിച്ചതിൽ കുറ്റബോധമുണ്ട്, അതിൽ മാപ്പ് പറയുന്നു. അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചു. ഇതില് ഒരു വിരലെന്റെ മകളുടെ കഴുത്തിൽ പോയില്ല എങ്കിൽ അന്ന് മരിക്കോള്. അപ്പൊ ഇവൻ മാപ്പ് പറഞ്ഞാൽ മതിയോ? ഈ പെൺകുട്ടിയുടെ, രാഹുൽ മർദ്ദിച്ച ഈ പെൺകുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ആ പെൺകുട്ടിയുടെയും വാക്കുകൾ നമ്മൾ കേട്ടു. താൻ പെട്ടുപോകും എന്ന, താൻ തന്റെ വീട്ടുകാരെ പെട്ടുപോകും എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് കണ്ടപ്പോഴാണ് അതിൽ നിന്നും മുക്തനാവാൻ വേണ്ടിയാണ് ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കാമുകന്മാരുമായി കല്യാണത്തിന് ശേഷം കോള് ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എല്ലാം കെട്ടിച്ചമച്ച കഥകളാണ് എന്ന് അവര് പറയുന്നു. അതുപോലെ മർദ്ദിച്ച് അവശയാക്കിയിട്ടാണ് അവളുടെ ഫോണിൽ നിന്ന് സന്ദീപിനെ അവൻ തന്നെ വിളിപ്പിച്ചതാണെന്നും അത് ഇതുപോലെ ഒരു എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടിയാണ് മർദ്ദിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു കോള് ആ ഫോണിൽ നിന്ന് ഇടിച്ച് നിർബന്ധിച്ച് കോള് ചെയ്യിച്ചതാണെന്നും അവര് പറയുന്നുണ്ട്. അതുപോലെ ഈ മാട്രിമോണിയിൽ കൊടുത്തിട്ടുള്ള ഒരു വിവാഹാലോചന ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതും ജാതകം ചേരാത്തതുമായ പല കാര്യങ്ങളും അവർ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കൺഗ്രാറ്റുലേഷൻ, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ഈ സന്ദീപ് എന്ന് പറയുന്ന മാട്രിമോണിയിൽ മുന്നേ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് വിളിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. കൺഗ്രാറ്റുലേഷൻ, എനിക്ക് വിഷമമുണ്ട്, അതായത് എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയില്ലല്ലോ എന്ന രീതിയിൽ, വിഷമമുണ്ട് എന്ന രീതിയിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതല്ലാതെ മോശമായിട്ടുള്ള ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും അതിനെ തുടർന്ന് ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു. പക്ഷെ ഈ ഉപദ്രവിക്കുന്നതിന് കുറച്ചു മുന്നേ 1 മണിക്കൂറോളം ഈ അമ്മ റൂമിൽ കൊണ്ടുപോയിട്ട് ഈ മകന്റെ അടുത്ത് 1 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം പുറത്തു വന്നതിന് ശേഷമാണ്, അവരൊരു വെൽ പ്ലാനഡ് ആയിട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്രയ്ക്ക് ക്രൂരമായി മർദ്ദിച്ചതെന്നും അത് ഇതുപോലുള്ള ഒരു കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവരന്ന് അത്തരത്തിലുള്ള ഒരു തെളിവും അങ്ങനെ സന്ദീപിനെ നിർബന്ധിച്ച് മർദ്ദിച്ച് ഒരു കോള് ചെയ്യിച്ചതൊക്കെ. മർദ്ദിച്ചതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതിക്രൂരമായി മർദ്ദിച്ചത്, അതിൽ കൊലപാതക ശ്രമം വരെ നടത്തിയിട്ടുണ്ട്. കേബിൾ കഴുത്തിൽ മുറുക്കി ചെയ്യുമ്പോൾ മരണം സംഭവിച്ചാൽ ഒരു സെക്കൻഡ് നേരത്തെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു മാപ്പ് പറഞ്ഞത് കൊണ്ടോ അവര് മറ്റെന്ത് ചെയ്തുകൊണ്ടോ അതിൽ കാര്യമില്ല അല്ലെ. ശ്വാസം മുട്ടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരുടെ വീട്ടുകാർ ഇത്രയും സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് ഇതൊക്കെ പുറത്തു വന്നു. അപ്പോ ഇവര് പറയുന്ന രാഹുലിന്റെ വീട്ടുകാരും രാഹുലും പറയുന്നത് പച്ചക്കള്ളമാണ്. എന്തായാലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്നും ഈ മകള് തന്നെ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് തന്റെ ഫോൺ പരിശോധിച്ചോളൂ, തനിക്ക് അങ്ങനെ ആരുമായിട്ട് വിവാഹശേഷം യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന് ഉറപ്പായി പറയുന്ന സ്ഥിതിക്ക് എന്തായാലും അവര് പറയുന്നത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ അതിലെ പോലീസുകാർ ഇതിന്റെ കേസും കാര്യങ്ങളായി പോകുമ്പോൾ നമുക്കിനിയും അതിന്റെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. അപ്പോ ഈ പെൺകുട്ടി മാനസികമായും ശാരീരികമായി നമുക്കുണ്ടാവുന്ന ക്രൂര പീഡനങ്ങളും മർദ്ദനങ്ങളും കുറെ നാൾ കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ആ പാടുകളെല്ലാം ഒരു പക്ഷെ മാറിപ്പോയേക്കാം. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന മാനസിക പീഡനമുണ്ട്, മനസ്സിലേൽക്കുന്ന ആ മുറിവുകളുണ്ട്. അത് പല ഉറക്കത്തിലും നമ്മളെ ഞെട്ടിക്കുന്നതായിരിക്കും. അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവാതിരിക്കും. അതൊക്കെ ആ പെൺകുട്ടി ഇപ്പോൾ അതുപോലെ ഒരു അവസ്ഥയിലാണ്. മാനസികമായും അവളാകെ തളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ശാരീരികമായും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല.
അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.